കണ്ണൂർ സ്ക്വാഡ് സിനിമ മോഡൽ പോലീസ് ആക്ഷനിലൂടെ ആലുവ ഇരട്ട കവർച്ച കേസ് പ്രതികൾ അജ്മീറിൽ അറസ്റ്റിലായി. പ്രതികളെ പിടിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിന് നേരെ നടത്തിയ വെടിവെപ്പിൽ കേരള പോലീസിനെ അനുഗമിച്ച് രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. 45 പേരടങ്ങുന്ന സംഘം ദിവസങ്ങളോളം നിരന്തര നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ പിടികൂടിയതെന്ന് ആലുവ റൂറൽ എസ് പി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു. ചില സമയത്ത് സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് ഔദ്യോഗിക ജീവിതത്തിൽ പോലീസിന് നേരിടേണ്ടി വരുന്നത്. അത്തരമൊരു സംഭവത്തിന്റെ തുടക്കം ഈ ഫെബ്രുവരി 11-നായിരുന്നു. ആലുവ കുട്ടമശ്ശേരി മുഹമ്മദ് അലിയുടെ വീട്ടിലും SP ഓഫീസിന് സമീപം മൂഴയിൽ ബാബുവിന്റെ വീട്ടിലും കവർച്ച നടന്നു. വീട്ടുകാരില്ലാത്ത സമയത്ത് കതക് തകർത്തായിരുന്നു മോഷ്ടാക്കൾ അകത്ത് കടന്നത്. പ്രതികളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. കവർച്ചയ്ക്ക് പിന്നിൽ അന്യസംസ്ഥാനക്കാരാണെന്ന് മനസ്സിലായതോടെ ലോഡ്ജുകളിലും CCTV ക്യാമറകളും പരിശോധിച്ച് അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ഉത്തരാഖണ്ഡ് സ്വദേശികളായ പ്രതികളെ തേടി എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന നിയോഗിച്ച പ്രത്യേക സംഘം യാത്ര തിരിച്ചു. രാജസ്ഥാനിൽ അജ്മീർ ദർഗയ്ക്ക് സമീപം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പ്രതികളെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിന് നേരെ വെടിവെപ്പ് നടന്നു. കേരള പോലീസിനെ സഹായിക്കാൻ ഒപ്പം ചേർന്ന രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഇവർക്കെതിരെ രാജസ്ഥാൻ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ 2 പേർക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. ആ സമയത്ത് ഈ 2 പേരിനെ ഒരാൾ ഈ പോലീസ് പാർട്ടിനെതിരെ ഫയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 റൗണ്ട്സ് ഫയർ ചെയ്തു. ഉടൻ തന്നെ പോലീസിൻ്റെ ടീം അത് ഓവർ പവർ ചെയ്തിട്ട് ഈ 2 പേർക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പിന്നെ വിശദമായ ചോദ്യം ചെയ്യുമ്പോൾ അത് ഈ പ്രതി ആക്ച്വലി കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിടിയിലായ പ്രതികളെ നാളെ കൊച്ചിയിലെത്തിക്കും. മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്ന് 18 പവൻ സ്വർണവും 12,500 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. ബാബുവിന്റെ വീട് കുത്തിത്തുറന്ന് 20 പവൻ സ്വർണവും 20,000 രൂപയുമാണ് കവർന്നത്. അമൃത ന്യൂസ്, കൊച്ചി.